പള്ളുരുത്തി മെഗാ കാർണിവലിനോടനുബന്ധിച്ച് അതിമനോഹരമായ കാഴ്ചകളാണ് പള്ളുരുത്തിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിലെ ഏറ്റവും മലിനമായി കിടന്നിരുന്ന ഒരു പ്രദേശമാണ് പള്ളുരുത്തി ഓപ്പൺ എയർ തിയേറ്ററിന് സമീപമുള്ള ആ ഒരു വഴി മുഴുവൻ. ഇന്നിവിടെ അതിമനോഹരമായ ചുവരുകൾ ഒരുക്കിക്കൊണ്ട് സമൂഹ ചിത്രരചനയ്ക്ക് വേദി ഒരുക്കിയിരിക്കുകയാണ് കാർണിവൽ കമ്മിറ്റി. ഗ്രാഫിറ്റി ആർട്ട് ഇന്നിവിടെ നടക്കുന്നു. കുട്ടികൾ മുതൽ അനേകം ചിത്രകാരന്മാർ ഇവിടെ മതിലുകളിൽ ചിത്രങ്ങൾ വരയ്ക്കുവാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള വലിയ സന്ദേശം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സമൂഹ ചിത്രരചന, ചുമർ ചിത്രരചന ഇവിടെ നടക്കുന്നത്. പള്ളുരുത്തി, കൊച്ചി, ആലപ്പുഴ എന്നുള്ള നമ്മുടെ പല ഭാഗങ്ങളിലുള്ള നമ്മുടെ കലാകാരന്മാർ ഇതിൽ പങ്കെടുത്തുകൊണ്ട് നല്ല വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നമ്മളുടെ പ്രദേശത്തുള്ള കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനും അവർ ഭാവിയിൽ നല്ല ഒരു ചിത്രകാരന്മാരാകുവാനും വേണ്ടി പള്ളുരുത്തി കാർണിവൽ കമ്മിറ്റി ഒത്തൊരുമിച്ചുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈ പരിപാടിയിൽ അധ്യക്ഷ പദമലയിരിക്കുന്ന ശ്രീ രഞ്ജിത്ത് മാസ്റ്റർക്ക് എൻ്റെ പേരിലും മെഗാ കമ്മിറ്റിയുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ജനങ്ങള് ഇനിയും ഉണരേണ്ടിയിരിക്കുകയാണ്. എത്ര പറഞ്ഞാലും നന്നാകാത്തൊരവസ്ഥയാണ്. അപ്പൊ അവരുടെ മനസ്സിന് ചലനങ്ങൾ ഉണ്ടാക്കാൻ, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ആർട്സിന്, കലാരൂപങ്ങൾ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ വാഗ്മയ ചിത്രങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട്. കവികളുടെ വാഗ്മയ ചിത്രങ്ങൾ, കാളിദാസന്റെ ശാകുന്തളത്തില് കൊണ്ട് വേണിയൊരു 2-4 അടി നടന്നതല്ലതിന് മുമ്പ് താൻ കൊണ്ട് ദർഭമന കാലിൽ നിന്ന് വെറുതെ നടിച്ചു നിലം കൊണ്ടത് കണ്ടവും ബസ തിരിച്ചു നോക്കിയവർ വൽക്കലാന്തര വിലച്ചലിൽ കൊണ്ടിടക്കും ഒരു മട്ടുകാട്ടി വിടുവിക്കുന്നത് അവിടത്തോടെ. ശാകുന്തളത്തിലെ ദൃശ്യത്തിലെ ഒരു നോക്ക് കൂടി കാണാൻ വേണ്ടി ശാകുന്തള തിരിഞ്ഞു നോക്കുന്ന ഒരു ദൃശ്യമുണ്ട്. ഒരു ദർഭമുന കാലിൽ കൊണ്ടുവന്നതൊക്കെ പിന്തിരിഞ്ഞ് നോക്കുന്ന ശാകുന്തള ചിത്രം രാജാരവി വരച്ചിട്ടുണ്ട്. എത്ര ഭംഗിയാണ് ആ വാഗ്മയ ചിത്രത്തിന്. ധാരാളം വാക്കുകൾ വേണമെങ്കിൽ രാജാരവിവർമ്മ ചിത്രം വരച്ചിട്ടുണ്ട്. എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ശകുന്തള ആ കണ്വാശ്രമത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തില് ശകുന്തള തിരിഞ്ഞു നോക്കി ഇങ്ങനെ വൽക്കലാഞ്ചലം ഉടക്ക് മാറ്റുന്ന രീതിയിൽ കാണിച്ചിരിക്കുന്ന ചിത്രം, യഥാർത്ഥ ചിത്രം. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാം കവിതാ രൂപത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം അത് ആവാഹിച്ചു വെച്ചിരിക്കുകയാണ്. പള്ളുരുത്തി മെഗാ കാർണിവലിന്റെ ഭാഗമായി അതിവിപുലമായ ഒരു വലിയ സംഘാടനം കഴിഞ്ഞ ദിവസങ്ങളിലായി ആരംഭിച്ച് ന്യൂ ഇയർ ദിനത്തിൽ സമാപിക്കുന്ന ഈ പരിപാടി ഈ പള്ളുരുത്തിയുടെ ഏറ്റവും വലിയ ഒരു ഉത്സവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ നാട്ടിൽ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ മറ്റെല്ലാറ്റിനെയും മാറ്റി നിർത്തി മനുഷ്യരെയാകെ ഒരുമിപ്പിക്കാൻ കഴിയാവുന്ന ഒരു ഉത്സവമാക്കി പള്ളുരുത്തി മെഗാ കാർണിവൽ മാറ്റുന്നതിൽ ഈ സംഘാടക സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നതോടൊപ്പം അതിൻ്റെ ഭാഗമായി ഇന്ന് സംഘടിപ്പിച്ച ഈ സമൂഹ ചിത്രരചന ക്യാമ്പയിൻ്റെ ഭാഗമായി മാലിന്യ സംസ്കരണത്തിൻ്റെ വിഷയങ്ങളിൽ മാത്രമല്ല, സാമൂഹ്യ അനീതികൾക്കെതിരെ മനുഷ്യൻ്റെ ബോധത്തിലേക്ക്, മനുഷ്യൻ്റെ ചിന്തകളിലേക്ക് 1000 വാക്കുകളേക്കാൾ ഇത്തരം കലാസൃഷ്ടികൾ, ഇത്തരം ചിത്രരചനകൾ വലിയ സ്വാധീനം ചെലുത്തി എന്നുള്ള നേരത്തെ പറഞ്ഞ ലോകമറിയപ്പെടുന്ന ചിത്രകാരന്മാരുടെ വരകളിലൂടെ, രചനകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിയുടെ മാലിന്യം അവരവരുടെ ഉത്തരവാദിത്തമാണ്. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമാണ്. അതിലൂന്നിയുള്ള ചിത്രരചനകളാണ് കൂടുതലായിട്ട് ചെയ്തത്. അപ്പോൾ ഈ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന ഒരു വ്യക്തിയാകട്ടെ, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു വ്യക്തിയാകട്ടെ, എല്ലാവർക്കും സ്വന്തം മാലിന്യം അവനവൻ്റെ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണെന്നുള്ളൊരു ബോധം ജനിപ്പിക്കുന്നതിനുള്ള ചിത്രകല, അതിനുള്ള ഊന്നൽ നൽകുന്ന രീതിയിൽ അതിലേക്കുള്ള സന്ദേശം കൊടുക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. കലാകാരന്മാർ പൊതുവെ മാലിന്യത്തിനെതിരെ പരിസ്ഥിതി അനുകൂലമായി ധാരാളം ചിത്രം വരയ്ക്കുന്ന വ്യക്തികളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരിസ്ഥിതിക്ക് അനുകൂലമായി ചിത്രം വരയ്ക്കുന്ന കലാകാരന്മാരെയാണ് നമ്മുടെ കണ്ടംപററി ആർട്ട് മേഖലയിലൊക്കെ കാണാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ വളരെയധികം മികച്ച കലാസൃഷ്ടികളാണ് ഇന്നിവിടെ പള്ളുരുത്തിയിൽ
ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ള വലിയ സന്ദേശം നൽകിക്കൊണ്ട് മാലിന്യം വഴിയിൽ വലിച്ചെറിയരുത് എന്നുള്ള ആ ഒരു സന്ദേശം നൽകിക്കൊണ്ടൊക്കെയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കാണുവാൻ സാധിക്കും. അനേകം കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ ഒരു സമൂഹ ചിത്രരചനയ്ക്ക് തയ്യാറായിരിക്കുന്നത്. വലിയ സന്ദേശം നൽകുമ്പോൾ അത് സമൂഹം സ്വീകരിക്കുവാനും നമ്മുടെ നാട്ടിൽ നമ്മുടെ വഴിയരികിൽ ഒക്കെ നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായി മാറുവാനായിട്ടും സാധിക്കണം. കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിഡ്ജൻ റബല്ലോ.